2025 നവംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ആർക്കൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം. 2025 നവംബർ മാസം നിരവധി ഗ്രഹസംക്രമങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നു. ശുക്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ പ്രവേശിക്കുകയും പിന്നീട് വൃശ്ചികൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒപ്പം ചൊവ്വയുടെ മൗഢ്യവും ബുധൻ്റെ വക്രഗതിയും പല നക്ഷത്രക്കാർക്കും സമ്മിശ്ര ഫലങ്ങൾ നൽകും. ഈ ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കി 27 ജന്മനക്ഷത്രക്കാർക്കും നവംബർ മാസത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രധാന ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗങ്ങൾ സുസ്ഥിരമാകുന്ന ഒരു മാസമാണിത്. രാശ്യാധിപനായ ചൊവ്വയ്ക്ക് മൗഢ്യം വരുന്നതിനാൽ ആത്മവീര്യത്തിൽ അല്പം കുറവ് അനുഭവപ്പെടാം. ചെറിയ കാര്യങ്ങൾ പോലും അനാവശ്യ ആശങ്കകൾ കടന്നുകൂടാൻ സാധ്യതയുള്ള മാസമാണിത്. പുതിയ വാഹനം വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും നിലവിലെ വരുമാനത്തെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും ഈ മാസം ലഭിക്കുന്നതായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രോത്സാഹനവും അംഗീകാരവും നേടുവാനും കുടുംബത്തിൽ ഐശ്വര്യവും ഐക്യവും സമാധാനവും നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പിണക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകുക. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കും. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടും. കുടുംബത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. രോഹിണിക്കാർക്ക് സാമ്പത്തികപരമായ അനുകൂലമായ നല്ല മാസമാണിത്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഏകാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് സാമ്പത്തികമായി ഗുണം ചെയ്യും. മകര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട്. അന്യദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ഫലം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. പെട്ടെന്നുള്ള സാമ്പത്തിക ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. തിരുവാതിര നക്ഷത്രക്കാർ ആശയവിനിമയ രംഗത്തും മാധ്യമരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ബുധൻ്റെ വക്രഗതി കാരണം സംസാരിക്കുന്ന രീതിയിൽ ചെറിയ പാളിച്ചകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പെട്ടെന്നുള്ള യാത്രകൾ ഇവർക്കും ആവശ്യമായി വേണ്ടിവരും. കുടുംബത്തിൽ ചില ചെറിയ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. അടുത്തത് പുണർത നക്ഷത്രം. ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിലോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം അനാവശ്യമായി പണം ചെലവഴിക്കാനാകാത്ത പ്രവണത ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ഇവർക്ക് വ്യാഴം അനുകൂലമായി നിൽക്കുന്നതിനാൽ പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ്. കമ്മീഷൻ ജോലികൾ, കരാർ പണിക്കാർ, ഏജൻസികൾ എന്നിവയിൽ നിന്നും ഉയർന്ന ആദായം ഇവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സാമാന്യമായ സമാധാനവും സന്തോഷവും പൂയം നക്ഷത്രക്കാർക്ക് നിലനിൽക്കും. പഠനം പൂർത്തിയാക്കിയവർക്ക് ജോലി ലഭിക്കാൻ അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് മികച്ച സമയമാണ്. ആ ബിസിനസ്സിന് അനുയോജ്യമായ പങ്കാളിയെയും ലഭിക്കുന്നതായിരിക്കും. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. ആത്മവീര്യം വർദ്ധിക്കും. ഇത് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും. പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രണയം വിവാഹത്തിലെത്താൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി വരും. സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി രേഖകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം മക നക്ഷത്രമാണ്. ഇവർക്ക് പുതിയ അവസരങ്ങൾ തേടി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായി മെച്ചപ്പെട്ട സമയമാണ്.
ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ കൂടിയും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന സന്ദർഭമാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. വളരെ ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കുക. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രം. ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പൊതുരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ അവസരവും ലഭിക്കും. പഴയ കേസുകളിലോ തർക്കങ്ങളിലോ അനുകൂല വിധി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അധികം ജാഗ്രത പാലിക്കുക. അനാവശ്യമായി കടം കൊടുക്കലുകളും വാങ്ങലുകളും ഒഴിവാക്കിയാൽ വളരെ നന്ന്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഉചിതമല്ല. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രം. സ്വന്തം കഴിവുകളും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന കാലയളവാണിത്. തൊഴിൽ രംഗത്ത് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പിന്നെ പ്രധാനമായി പറയേണ്ടത് തർക്കങ്ങൾ പരിഹരിക്കാൻ ക്ഷമയോടുള്ള സമീപനം ആവശ്യമാണ്. ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി വളരെ അനുകൂലമായ സമയമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ ഇവർക്ക് പെട്ടെന്ന് സാധ്യതയുണ്ട്. അതുവഴി ധനലാഭം ഇവർക്ക് നേട്ടമുണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കും. പങ്കാളിത്തത്തോടെ നടത്തുന്ന ബിസിനസ്സുകൾ പുരോഗതി ഉണ്ടാകും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധ ചെലുത്തുക. വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുരംഗത്തും സാമൂഹിക മേഖലകളിലും നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. അതോടൊപ്പം വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ദാമ്പത്യ കാര്യങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെ വഴി സ്വീകരിക്കുക. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചെറിയ ഉത്കണ്ഠ ഉണ്ടാകാം. അടുത്ത നക്ഷത്രം അനിഴമാണ്. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം ആവശ്യമായി വരേണ്ടുന്ന സമയമാണ്. എന്നാൽ അതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നിലനിൽക്കും. സഹോദരങ്ങളുമായി പിണങ്ങുന്നതിന് കാരണങ്ങൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഉണ്ടാകുന്ന ജോലി കൂടി കളഞ്ഞാൽ മറ്റൊരു ജോലിക്ക് വളരെ ബുദ്ധിമുട്ടും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണിത്. പുതിയ പഠനങ്ങളോ കോഴ്സുകളോ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇപ്പോൾ സമയം വളരെ അനുകൂലമാണ്. സുഹൃത്തുക്കളുടെ സഹകരണം പ്രതീക്ഷിച്ചതിലും അപ്പുറമാകും. കൂട്ടുകാരെ കൊണ്ട് വളരെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മാസം വന്നു ചേരും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുമുണ്ട്. എന്നാൽ സംസാരത്തിൽ ഒരല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കുക. അടുത്ത നക്ഷത്രം മൂലനക്ഷത്രം. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഭാഗ്യം അനുകൂലമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന മാസമാണിത്. വിദേശയാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സഹായം ലഭിക്കുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരാനില്ല. ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന മാസമാണ്. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വരുമാനം നിലനിർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ തീരുമാനമെടുക്കുന്നത് നന്നായി ആലോചിച്ച ശേഷം മാത്രമായിരിക്കാം. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അടുത്ത നക്ഷത്രം ഉത്രാട നക്ഷത്രം.
തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കാൻ ആലോചിക്കുന്നെങ്കിൽ ഇപ്പോൾ അനുകൂല സമയമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇവർക്ക് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉത്രാട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് മാറ്റങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ക്ഷമയോടെ മുന്നോട്ട് പോകുക. വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടത്തുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വീട്ടിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അമ്മയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സഹായം വേണ്ടത്ര ലഭിക്കും. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇത് ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ ആലോചിക്കുന്നെങ്കിൽ അനുകൂല സമയമാണ്. സഹോദരങ്ങളുമായുള്ള അവകാശ തർക്കങ്ങൾ, കലഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോട് പോവുക. അടുത്ത നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ഇവർക്ക് സുസ്ഥിരമാകുന്ന ഒരു മാസമാണിത്. കമ്മീഷൻ ജോലികൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വരുമാന മാർഗം നല്ല രീതിയിൽ ലഭിക്കും. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് സാമ്പത്തികമായി ഗുണം ചെയ്യും. ഏകാഗ്രത പുലർത്താൻ സാധിക്കും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അനുകൂല മാസമാണ്. പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും പൂജാതി വേളകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. എങ്കിലും ജോലിയോടുള്ള സമീപനത്തിൽ കൂടുതൽ ഗൗരവം കാണേണ്ടതുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും. സാമ്പത്തികമായ എല്ലാ നേട്ടവും ഉണ്ടാവും. എന്നാൽ ചില കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സാധിക്കും. പ്രൊഫഷണൽ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ആരോഗ്യത്തിലാണ്. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ടതാണ്. അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യത കാണുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള കാര്യങ്ങൾ അനുകൂലമാകും. പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുവാൻ അവസരം ലഭിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വെല്ലുവിളികൾ വരാനില്ല. എങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ബുധൻ്റെ വക്രഗതി കാരണം ആശയവിനിമയത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാതെ നോക്കുക. പൊതുവെ 27 നക്ഷത്രക്കാർക്കും സമ്മിശ്രമായ ഫലങ്ങളാണ്. എല്ലാവരും പ്രാർത്ഥനയോടും ക്ഷേത്ര ദർശനവും നടത്തിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഫലങ്ങൾ കുറയും.